ഉച്ചക്കത്തേക്ക് ഇത് നല്ല പച്ച നച്ചക്കയാണ് കേട്ടോ കിട്ടിയേക്കണത്. നമ്മുടെ ഇവിടെ ഈ മീനിനെ പറയണത് പച്ചക്കെന്നാണ് കേട്ടോ. പച്ചക്കല്ല നച്ചക്ക. അച്ചുച്ചോ, നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയണ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിലോട്ട് പോന്നോട്ടെ. അപ്പൊ ഞാനിനി പോയി പാടുപെടട്ടെ. ഇതിനെ ഒന്ന് വെട്ടിത്തേച്ച് കഴുകി വെളുപ്പിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് മെനക്കെടും കേട്ടോ. ഞാൻ കുറേ നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ കറി വെക്കാൻ വേണ്ടി കയറിയേക്കണത് കേട്ടോ. ഇങ്ങനെയൊക്കെ വെട്ടിത്തേച്ച് കഴുകി വെച്ചെങ്കിലും ഞാൻ കുറച്ച് നേരം അപ്പുറത്ത് പോയി ഇരുന്നേച്ച് സാവകാശമൊക്കെ വെച്ചെടുക്കാമെന്ന് നിർത്തി. അപ്പോൾ അതേ മൺചട്ടി അടുപ്പത്താക്കിയിട്ട് ഞാൻ വേഗം സവോളയൊക്കെ എല്ലാം മരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് തേങ്ങാപ്പാലാണ് കറി വെച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ തലപ്പാലും ഇടപ്പാലും ഒക്കെ വെവ്വേറെ ആക്കി എടുത്തപ്പോഴത്തേക്കും എൻ്റെ ചട്ടി ചൂടായിട്ട് പോകാൻ വന്നു. ഇന്നത്തെ മീൻകറിയിൽ ഞാൻ സവോള ഉണ്ടാ ചേർക്കണത്. സവോള ഇട്ടെന്ന് പറഞ്ഞിട്ട് കറിക്ക് മധുരമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ കണ്ടമാനൊന്നും വാരിടണില്ലല്ലോ. ആകെ ഒരെണ്ണല്ലേ ചേർക്കണുള്ളൂ. സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലൊക്കെ വഴറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് വരുമ്പോഴത്തേക്കും രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. തിള വരുമ്പോഴത്തേക്കും മീനിട്ട് കൊടുക്കാം. അപ്പോൾ പച്ചക്കറിയായിട്ട് ഞാൻ ഇന്ന് വെണ്ടയ്ക്കാണ് എടുത്തേക്കണത്. അതിപ്പോൾ ചക്കച്ചക്കാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ട് കുരുമുളക് പൊടിയിട്ട് താളിച്ചെടുക്കുന്നുണ്ട്. മീനിട്ട് കൊടുത്ത ശേഷം പിന്നെ നല്ലപോലെ തിളച്ചത് കുറുക്കി വന്നപ്പോഴത്തേക്കും തലപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചതേ ചോറ് കഴിച്ചപ്പോൾ